എന്താ ചെയ്യണ്ട്? ഇവിടെ നിന്നോളൂ, ഇവിടെ നിന്ന്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു 3 വർഷമായിട്ട് ഇഷ്ടത്തിലാണേ. എന്താ ചെയ്യണ്ടപ്പോ? നിങ്ങക്ക് ഈ കുട്ടീനെ സ്വീകരിക്കണതിന് കുഴപ്പമുണ്ടോ? ഇപ്പൊ ആള് ഇഷ്ടമല്ല പറഞ്ഞ എന്ത് ചെയ്യും? ഞാൻ ആളെ വിശ്വസിച്ചിട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇനി എനിക്ക് തിരിച്ചു വീട്ടിൽ പോകാൻ പറ്റില്ല. വീട്ടുകാരൊക്കെ ഇറങ്ങി. ഇനിയിപ്പൊ അവൾക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല. എന്ന് പറയുമ്പോ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനെന്തായാലും ഒരു തീരുമാനം ഇവിടെ ഉണ്ടാക്കി. രണ്ടുപേരും കൂടി ഇഷ്ടമാണ് പറഞ്ഞ ആദ്യം മുതലേ ഇഷ്ടത്തിലായതല്ലേ. ഇപ്പൊ പറ്റില്ല പറഞ്ഞ എന്താ ചെയ്യാ? എന്താ പറയാ, അവളെ വിളിച്ച് ചോദിക്കുക. അല്ല, ഇവർക്ക് ഇഷ്ടമാണെങ്കിൽ കേട്ടേനെ. ഏട്ടനും കൂടി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഏട്ടന്റെ അടുത്തൊന്ന് സംസാരിക്കേ. ഞങ്ങള് നിക്കണോണ്ട് എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയില്ല. നിങ്ങളൊന്ന് സംസാരിക്കേ. അല്ല, അതൊന്ന് സംസാരിക്കേ. നിങ്ങളൊന്ന് സംസാരിക്കേ. ഞങ്ങക്ക് ആവശ്യമുണ്ട് അത് കേട്ടാ. നിങ്ങളെ ഒന്ന് ആംഗ്ലീന്റെ അടുത്തൊന്ന് സംസാരിക്കേ. ചേച്ചി, ആംഗ്ലീന്റെ അടുത്തൊന്ന് സംസാരിക്കും. എന്താ ഇപ്പോഴത്തെ പ്രശ്നം ചോദിക്കേ. എന്താ രമേശേ? അവൻ എന്തൊക്കെയൊക്കെയോ പറയണു. ഞാൻ ഇതില് വന്നപ്പോ ഞാൻ പാലക്കാട് നോക്കിക്കൊണ്ട് വന്നു. ഇവിടെ വന്നപ്പോ ഈ പ്രാവശ്യം വർക്കൊന്നും വേണ്ട. വീഡിയോ എടുക്കണ്ട. ചേച്ചി, ഹാപ്പി ആനിവേഴ്സറി. പിടിക്ക. അളിയനും പേര് പിടിക്ക്. അയ്യോ, ഞാൻ വരച്ചിട്ടിരിക്കുകയാണ്. വായ വായ. എന്തപ്പോ ഇത് പറഞ്ഞിട്ട് അല്ലേ? വെരി ഹാപ്പി ആനിവേഴ്സറി. സന്തോഷായാ? ഇങ്ങോട്ട് നോക്കി ഒന്ന് പേടിപ്പെടുത്താൻ പറഞ്ഞു. അനിയത്തി ചെയ്ത പണിയാണ് കേട്ടാ. എനിക്ക് കയ്യും കാലും വിറക്കണ രമേശ. ഇങ്ങനെ വന്നപ്പോ ആളിനെ അവിടെ നിന്ന് ഒന്ന് പ്രാങ്ക് ആക്കിട്ട് വരികയാണ് ഞങ്ങള്. ആളുടെ ബർത്ത്ഡേ ആണല്ലോ. ആളിനെ ഒന്ന് പേടിപ്പെടുത്തി. അപ്പൊ നിങ്ങള് പേടിച്ചു അത്ര. ശരി. എന്താ അനിയത്തിന്റെ അടുത്ത് എന്താ പറയാള്? അയ്യോ, എനിക്കൊന്നും പറയാനേ ഇല്ല. ഞാൻ പേടിച്ചു പോയിന്ന്. പേടിച്ചാ? അവിടെ തിരക്ക് വിട്ടിട്ട് വന്നതാണ്. ഇഷ്ടമാണെങ്കിൽ കഴിക്കും. പക്ഷെ ഏട്ടനിപ്പോ ഇങ്ങനെയും പറയുമ്പോ ഞങ്ങൾക്ക് എന്താ പറയാന്നില്ല. അങ്ങനെ പറഞ്ഞു. നിങ്ങൾ എന്താ പറയാന്ന് അറിയാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ടെൻഷൻ അടിക്കണ്ട.